ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പസിൽ ഉണ്ടാക്കാവേ. എന്ന് വെച്ചാൽ അത് ഞാൻ ഈ കാണിക്കുന്ന ഇതാണ് ഈ പസിൽ നമുക്ക് ഉണ്ടാക്കാവേ. അത് ഞാനൊരു വീഡിയോയിൽ കണ്ടത് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ അന്നേരം ഓർത്തു അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. ഉണ്ടാക്കിയിട്ട് നമുക്കത് പസിലൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഈ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. പൈപ്പ് എന്നല്ല, ഇത് മറ്റേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ റോള് വരികയല്ലേ, അതാണ്. അത് തീർന്നപ്പോൾ ഇതെടുത്ത് വെച്ച് തരണം. ഇത് വേണം, പിന്നെ ഒരു വള്ളി വേണം, പിന്നെ ഒരു റിംഗ വേണ്ടത്. ഇത് ചാക്കോച്ചിയുടെ ചെറുപ്പത്തിലെ വളയാണ്. അവന് ഇട്ട് കൊടുത്തിരുന്ന വളയായിരുന്നു. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വളയും കൂടി എടുക്കുക. ഇത് മൂന്നെണ്ണമാണ് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. പിന്നെ ബാക്കി കത്രിക, കത്തി, പശ, അങ്ങനെയൊക്കെയാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. ആദ്യം നമുക്ക് റോൾ എടുത്തിട്ട് ആവശ്യമുള്ള നീളത്തിൽ കട്ടാക്കി എടുക്കാവേ. നമുക്ക് ഈ റോള് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ നേരത്തെ ഫോട്ടോയിൽ കാണിച്ചതുപോലെ ഒരു വിറക് കഷ്ണോ ഒരു കൊള്ളിയോ എങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ ഹോൾസ് ഇട്ടാലും മതിയാവും. അപ്പം എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ചെയ്തതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേസ്റ്റായ പൈപ്പ് കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം. കട്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് കവറാക്കി എടുക്കാവേ കളർ പേപ്പറിൽ. നിങ്ങൾക്ക് ഈ പസിൽസ് സോൾവ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ച സിമ്പിൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പസിൽസ് എപ്പോഴും സോൾവ് ചെയ്യുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ അവരുടെ ഐക്യവും മെമ്മറിയും മെൻ്റൽ എബിലിറ്റിയും പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസും ഐക്യു ഇതൊക്കെ കൂടുമെന്നാണ് പറയുന്നത്. അപ്പം ഇതില്ലെങ്കിലും വേറെ എന്തെങ്കിലും പിള്ളേർക്ക് പറ്റിയ പസിൽസൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ടൈം പാസ് ആവും. പിന്നെ സ്ക്രീൻ ടൈമും കുറയ്ക്കാൻ പറ്റും. അതിലവർ കൂടുതൽ ഇൻവോൾവ് ആകാൻ തുടങ്ങും. അവരുടെ ക്യൂരിയോസിറ്റിയും കൂടും. അവർക്ക് ഇതുപോലെ കൂടുതൽ പസിൽസ് സോൾവ് ചെയ്യാനുള്ള ഒരു തോന്നൽ അവർക്ക് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോൾസ് ഇടാനുള്ളത് ഒരു മാർക്കാക്കി എടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഹോൾസ് ആക്കി എടുക്കണം. ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും രണ്ട് സൈഡിലും ഒന്ന് ഹോൾസ് ആക്കി എടുക്കാം. ആ വള്ളി കയറാൻ മാത്രമായിട്ടുള്ള ഹോൾസ് ആക്കിയാൽ മതിയെ, വലിയത് വേണമെന്നില്ല. അതിൻ്റെ കറക്റ്റ് അളവ് നോക്കിയിട്ട് ഹോൾസ് ഇടുക. നമുക്കിനി വള്ളി ഇടാം. ഈ വള്ളി ചാക്കോച്ചിയുടെ ഷോർട്സിൻ്റെ വള്ളിയാണ്. എടുത്ത് വെച്ചതായിരുന്നു. അത് എന്താണേലും ഷോർട്സിൽ എലാസ്റ്റിക് വരും. അപ്പോൾ പിന്നെ ഈ വള്ളിയുടെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഒത്തിരി നീളം വേണ്ട, ചെറിയ നീളത്തിലൊന്ന് കട്ടാക്കി എടുക്കാം. അടുത്തത് നമുക്ക് ആ വള്ളി രണ്ടും കൂടി കൂട്ടി ഒരുമിച്ച് പിടിച്ചിട്ട് ആ വള ഉള്ളിക്കൂടെ കയറ്റാം. എന്നിട്ട് ആ രണ്ട് വള്ളിയും കൂടി വേറെ സെപ്പറേറ്റ് എടുത്തിട്ട് പുറകിലോട്ട് കൊണ്ടുപോയിട്ട് ആ രണ്ടും കൂടി ജോയിൻ ആക്കണം. ആ രണ്ടറ്റവും കൂടി നമുക്ക് തയ്ച്ചിട്ട് രണ്ടും കൂടി ജോയിൻ ആക്കി എടുക്കാവേ. നിങ്ങൾക്ക് ഈ വള എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഈ കീ ചെയിൻ്റെ ഒക്കെ റിങ്സ് കിട്ടിയാലേ ആ റിങ് യൂസ് ചെയ്യാം കേട്ടോ. തയ്ച്ചു കഴിഞ്ഞിട്ട് ആ വള്ളി തയ്ച്ചോടം നമുക്ക് ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് അത് ഉള്ളിലേക്ക് വെക്കാവേ. ആ തയ്ച്ച ഭാഗം മാത്രം ഉള്ളിലേക്ക് കയറ്റി വെക്കാം, കാണാത്ത പോലെ.
ഓക്കെ, ഇതാ നമ്മുടെ പസിൽ റെഡിയായി. ഇത് നമ്മളിപ്പോൾ ഈ വള അല്ലെങ്കിൽ റിങ് ഇതെങ്ങനെയാണ് ഈ പുറത്തോട്ട് എടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഇപ്പം വലിച്ചാൽ ഇതാകിയല്ല, നൂല് കട്ടാക്കാൻ പാടില്ല. നൂല് കട്ടാക്കാതെ വേണം ഈ വള ഊരിയെടുക്കാൻ. ഓക്കെ, ഇനി ഇങ്ങോട്ട് തിരിച്ചാലും ആവൂല, ഇനിയിപ്പം ഇങ്ങനെ മേലോട്ട് എടുത്താലും ആവൂല. അതേ ഇതിവിടെ കെട്ട് വീഴും. അപ്പം നമ്മളിതെങ്ങനെയാണ് എടുക്കുക, നമുക്ക് നോക്കാവേ. ഓക്കെ, ആദ്യം ഇങ്ങനെ വള മേലോട്ട് വെക്കുക. ലെഫ്റ്റ് ഹാൻഡിൽ കൈ ഇതിൽ പിടിക്കുക, ലെഫ്റ്റ് ഹാൻഡിൽ ഈ സാധനത്തെ പിടിക്കുക, വള കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മേലോട്ട് വെക്കുക. ഇങ്ങോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ നടുഭാഗമില്ലേ, ഈ നടുഭാഗം എന്നിട്ട് പിന്നെ ഒന്നുകൂടെ മേലോട്ട് എടുക്കുക. വന്നു. സിമ്പിൾ അല്ലേ? പക്ഷേ കുറച്ച് സമയം എടുക്കും. അറിയാൻ മേലാത്തവർ കണ്ടാൽ കുറച്ച് സമയം എടുക്കും. എന്നാലും അവരുടെ ഇൻ്റലിജൻസ് വർക്കാവും. എങ്ങനെ എടുക്കാൻ പറ്റും, ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, ഇങ്ങനെ ചെയ്താൽ എടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഓരോ മൈൻഡിൽ ഓരോ തോട്ട്സ് വരും. അപ്പോൾ നമ്മുടെ മൈൻഡ് നല്ലോണം വർക്കാകും, ഇൻ്റലിജൻസ് ഇമ്പ്രൂവ് ആകും. അപ്പോൾ ഇതുപോലത്തെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ കാണിക്കാവേ. ആദ്യം വള നടുക്ക് മേലോട്ട് കൊണ്ടുപോയിട്ട് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് പിന്നെ ആ വള എന്നിട്ട് മേലോട്ട് എടുത്താൽ മതി. വള്ളി ഇങ്ങനെ വള്ളിയുടെ പുറത്തോട്ട് ഇത് വന്നോളും. ഇതെടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ തിരിച്ചിടുക എന്നല്ലേ, ഇതേപോലെ തന്നെ ഈ നൂലിടുക, നൂലിനകത്തോടെ ഇത് വളയിടുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ആൾക്ക് കളിക്കാൻ ഇതുപോലെ ഇത് കൊടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഫ്രണ്ട്സിനൊക്കെ ഇത് കൊടുത്തിട്ട് അവരും കണ്ടുപിടിക്കുമെന്ന് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, ബൈ.